ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം MG അടുത്തവരുടെ വിൻസോർ EV ഇറക്കിയായിരുന്നു. അതിലൊരു ബാറ്ററി ആസ് എ സർവീസ് അഥവാ ബാസ് എന്ന് പറയുന്നൊരു പരിപാടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് ഇന്ത്യയിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഇതുവരെ ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ നിൽക്കുന്ന വാഹനങ്ങളിൽ. എന്തായാലും ഇപ്പോൾ വിൻസോർ EVക്ക് പുറമെ അവർ കൊമറ്റ് EVയിലും അതുപോലെ ZS EVയിലും ഈ പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് വാഹനങ്ങളുടെയും ഇനീഷ്യൽ അക്വിസിഷൻ കോസ്റ്റ് വളരെയധികം താഴേക്ക് വന്നിട്ടുണ്ട്. 4.99 lakhs ആണ് കൊമറ്റ് EVയുടെ BAAS, അതായത് ബാറ്ററി ആസ് എ സർവീസ് പാക്കേജ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് എന്തായാലും ആദ്യം കൊമറ്റ് EVയെ പറ്റി തന്നെ പറയാം. ഇതിൻ്റെ അല്ലെങ്കിലുള്ള പ്രൈസ് വരുന്നത് 6.99 lakhs ആണ് സ്റ്റാർട്ടിംഗ്. പക്ഷേ ഈ ഒരു ബാസ് പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 4.99 lakhs മാത്രമേ ഈ വാഹനത്തിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നുള്ളൂ. നമ്മൾ 2 lakhs-ഓളം കുറവാണ് ഇതിന് പേ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ ബാറ്ററിക്ക് എല്ലാ മാസവും കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കേണ്ടത് പെർ കിലോമീറ്റർ 2.5 rupees ആണ്. ഈ 2.5 rupees കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിൻസോർ EVയുടെ 3.5 ആയിരുന്നു, അതിനേക്കാൾ ₹1 കുറവാണ്. അത് വണ്ടിയുടെ സൈസും ചെറുതാണ്, ബാറ്ററിയും ചെറുതാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും അതാണ് നമ്മുടെ കൊമറ്റ് EVയുടെ കേസിൽ വരുന്നത്. ബാക്കി വേരിയൻസിൻ്റെ പ്രൈസിങ് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ 6.99 സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം 9.53 വരെയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ നമ്മൾ ടോപ്പ് എൻഡിൽ കുറയ്ക്കുകയാണെങ്കിൽ 7.53 lakhs ആവും. ഈ 7.53 ഓൺ റോഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 8.5 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. 8.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ബാറ്ററി ആസ് എ സർവീസ് പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ ഈ വണ്ടി എടുക്കുന്നത് കൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. കാരണം പറഞ്ഞു വരുമ്പോൾ നമുക്ക് അപ്പോഴും ലാഭമുള്ളൂ. 2 രൂപ എന്ന് പറയുന്നത് അത്ര ഹൈ അല്ല പറഞ്ഞു വരുമ്പോൾ. പിന്നെ ചിലവർക്ക് ഈ സംഭവത്തിനെ പറ്റി വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ബ്രീഫ് പറഞ്ഞുതരാം. ഈ ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറയുമ്പം MG അതൊരു പരിപാടി പോലെ പറയുന്നു, പുതിയൊരു സ്കീം പോലെ. പക്ഷേ ആക്ച്വലി ഇതൊരു ഫൈനാൻസിങ് പോലത്തെ പരിപാടിയാണ്. നമ്മൾ ബാറ്ററിക്ക് അവർ 4 ഫൈനാൻസേഴ്സാണ് പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പൈസ കൊടുക്കുന്നത്, ഡയറക്റ്റ് MGയിലേക്കല്ല പോകുന്നത്. പിന്നെ നിങ്ങൾ ഫൈനാൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വണ്ടിയുടെ പൈസ നിങ്ങൾക്ക് ഫുൾ ക്യാഷ് ആയിട്ട് കൊടുക്കണേ അത് ചെയ്യാം. ഇനി അതല്ല രണ്ടും ഫൈനാൻസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ബാറ്ററിയുടെ ഫൈനാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ 4 പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നിങ്ങളിപ്പോൾ മൊത്തത്തിൽ ഹോളായിട്ട് ഇതിൻ്റെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ, അതായത് മൊത്തമായിട്ട് ഫൈനാൻസ് ചെയ്യാനുള്ള പരിപാടി നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന 4 ഫൈനാൻസേഴ്സിൽ നിന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ബജാജിൻ്റെ ഫൈനാൻസ് ഉണ്ട്, അതുപോലെ ഹീറോ ഫിൻ കോർപ്പറേഷൻ്റെ ഫൈനാൻസ് ഉണ്ട്, ഇക്കോഫി ആൻഡ് ഓട്ടോവേർട്ടിൻ്റെ ഫൈനാൻസ് ഓപ്ഷൻ അവൈലബിൾ ആണ്, പിന്നെ വിദ്യുത് ടെക്കിൻ്റെ ഫൈനാൻസ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇത്രയും ഓപ്ഷൻസ് ആണ് അവർ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ വണ്ടികളെല്ലാം ഇപ്പോൾ വിൻസോർ EV ആയാലും നമുക്കിനി കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഇതില്ലാത്ത പ്രൈസ് പറയാൻ പറ്റും. അതായത് ബാസ് ഇല്ലാത്ത ശരിക്കുള്ള വണ്ടിയുടെ പ്രൈസ് എന്താണോ ഇൻക്ലൂഡിങ് ബാറ്ററി അത് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഈവൻ കൊമറ്റ് EV ആണെങ്കിലും ZS EV ആണെങ്കിലും തന്നെ അതും നമുക്ക് വേണമെങ്കിൽ ഈ പരിപാടി അല്ലാതെ ഇപ്പോഴും വാങ്ങാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈനാൻസ് ചെയ്യാം. നിങ്ങൾക്ക് കമ്പനിയും ചെയ്യണോ പുറത്തും ചെയ്യണോ, അതല്ല ഇനി ഈ 4 ഫൈനാൻസസ് അല്ലാതെ വേറെ ആരെങ്കിലും എടുത്ത് ചെയ്യണോ, അതൊന്നും വലിയ കുഴപ്പമുള്ള കേസല്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു പരിപാടി എടുക്കുകയാണെങ്കിലാണ് ഇങ്ങനത്തെ നമുക്ക് റേറ്റ് വ്യത്യാസം വരുന്നത്. ആക്ച്വലി ഓരോ ഫൈനാൻസേഴ്സിലും റേറ്റ് വ്യത്യാസമുണ്ട്. അത് കൊമറ്റ് EVയുടെ കേസിലും ZS EVയുടെ കേസിലും നമുക്ക് ഇതുവരെ കറക്റ്റ് അതിൻ്റെ ഒരു സ്പ്ലിറ്റ് അറിയാൻ സാധിച്ചിട്ടില്ല. അത് വിൻസോർ EVയുടെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റൊക്കെ ആയിട്ട് പറയാം. നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാടി വരുന്നത് എന്നുള്ളത്. ഇനി ZS EVയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് വരുന്നത് പെർ കിലോമീറ്റർ നിങ്ങൾ പേ ചെയ്യേണ്ടത് 4.5 rupees ആണ്. അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കൂടുതലായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഇവരിപ്പം കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ബാറ്ററി പാക്ക് വരുന്നത്, അതായത് കപ്പാസിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ 50.3 kWh ആണ് നമ്മുടെ ZS EVയുടെ ബാറ്ററിയുടെ സൈസ് വരുന്നത്. അതുകൊണ്ടാണ് ഇത്ര എമൗണ്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മൾ ഈ ഒരു പരിപാടിയുടെ അണ്ടറിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ, അതായത് നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്ന അത്രയും കാലം ഈ സംഭവം ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരുമായിരിക്കുന്നത്. ഇത് അങ്ങനെയൊന്നുമല്ല. നേരത്തെ പറഞ്ഞ പോലെ ഫൈനാൻസിൻ്റെ പരിപാടിയാണല്ലോ. അതായത് ബാറ്ററിക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് EMI ആയിട്ട് കൊടുക്കുന്ന പോലെ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഇതിന് 2 ടെന്യൂറാണ് വരുന്നത്. ഒന്നെങ്കിൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ബാറ്ററിയുടെ എമൗണ്ട് അടച്ചു തീർക്കാം, അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അടച്ചു തീർക്കാം. ഇത് രണ്ടിനനുസരിച്ചും റേറ്റിൽ വ്യത്യാസം വരും. കാരണം നമ്മൾ ഒന്ന് കുറവ് സമയം കൊണ്ട് അടയ്ക്കുന്നു, മറ്റത് കൂടുതൽ സമയം കൊണ്ട് അടയ്ക്കുന്നു, അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുത്താൻ പറ്റുന്ന ലാഭത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഇത്രയും കാലം നിങ്ങൾ ബാറ്ററി അഡീഷണൽ ആയിട്ട് പേ ചെയ്യുന്നു എന്ന് പറയുമ്പോഴൊക്കെ. ഈ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ബാറ്ററിക്ക് പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ഓൾറെഡി കഴിഞ്ഞു, ഇത്രയും ഈ ഒരു ടെന്യൂർ കഴിഞ്ഞാൽ പിന്നെ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്കീമിൻ്റെ അണ്ടറിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സിൻ്റെ വാറണ്ടിയാണ് ബാറ്ററിയിൽ കിട്ടുന്നത്. ബാറ്ററിക്ക് എന്ത് പറ്റിയാലും അതിൻ്റെ ഉത്തരവാദിത്വം MG ആണ് ഏറ്റെടുക്കുക. ആക്സിഡൻ്റൽ ഡാമേജ് അല്ല, അത് സാധാരണ രീതിയിൽ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് പോകുള്ളൂ, അതങ്ങനെ തന്നെ പോകുള്ളൂ. അല്ലാതെ ഇപ്പോൾ ബാറ്ററി എന്തെങ്കിലും പെട്ടെന്നൊരു സഡൻ ട്രെയിൻ വരികയാണെന്ന്, ഒരു 95 പെട്ടെന്ന് 35 പോകുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു, അല്ലെങ്കിൽ ബാറ്ററിക്ക്
ബാറ്ററിക്ക് പെട്ടെന്ന് ഡ്രെയിൻ ആവുന്നു. ഇപ്പം 100 കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ 90 ആയി, പിന്നെ പെട്ടെന്ന് 80 ആയി, അങ്ങനെ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവുന്ന പ്രശ്നം. ഇനി ഈവൻ അതല്ല എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ ഗ്ലിച്ച് ബാറ്ററിയിലൊക്കെ വരികയാണെങ്കിൽ തന്നെ അതെല്ലാം MG നോക്കിക്കോളും എന്നാണ് അവർ പറയുന്നത്. ഫസ്റ്റ് ഓണറിന് മാത്രം. നിങ്ങളിപ്പോൾ വണ്ടി വിറ്റ് സെക്കൻഡ് ഓണറൊക്കെ ആവുകയാണെങ്കിൽ അവിടെ നമുക്ക് സാധാരണ രീതിയിൽ 8 years or 1.6 lakh കിലോമീറ്റേഴ്സിൻ്റെ വാറണ്ടി തന്നെ ഉള്ളൂ. പക്ഷേ അതല്ലാതെ ഫസ്റ്റ് ഓണറാണ് നിങ്ങൾ എത്ര കാലം വണ്ടി ഉപയോഗിക്കുകയാണെങ്കിലും യാതൊരു പ്രശ്നമില്ല. ഈ ബാറ്ററിയുടെ പ്രശ്നം കുറേ പേര് പറയാറുള്ളതാണല്ലോ, കുറച്ച് കാലം കഴിയുമ്പോൾ ബാറ്ററി അടിച്ച് പോകില്ലേ, പിന്നെ നമ്മളത് മൊത്തം റീപ്ലേസ് ചെയ്യേണ്ടേ, അതിന് ഭയങ്കര എമൗണ്ട് ആവില്ലേ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ കാര്യങ്ങളിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇനി നിങ്ങൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ എല്ലാ എമൗണ്ട് ഇങ്ങനെ മാസം അടച്ചടിച്ച് മടുത്തു എന്ന് തോന്നുകയാണെന്ന് വിചാരിക്കുക, അതായത് ബാറ്ററിയുടെ എമൗണ്ട്. ഇനി നിങ്ങൾക്ക് ഒറ്റയടിക്ക് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാസിൻ്റെ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താണോ ഇതിൻ്റെ പെൻഡിങ് എമൗണ്ട് ഉള്ളത് അതൊക്കെ അടച്ച് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്രീ ആയി, എല്ലാ മാസവും എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ നമ്മൾ പറയുന്ന ചാർജിങ്ങിന് എമൗണ്ട് കൂടാതെയാണ് കേട്ടോ. ചാർജിങ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിന് അഡീഷണൽ എമൗണ്ട് വരും. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നതിന് ഏകദേശം 1 to 1.5 rupees ഒക്കെ മാക്സിമം നമുക്ക് പെർ കിലോമീറ്റർ കോസ്റ്റ് വരും. ആക്ച്വലി 1.24 rupees ആണ് മാക്സിമം വരുന്നത് കോസ്റ്റ്. ഇനി നിങ്ങൾ പുറത്ത് പോയി ചെയ്യുകയാണെങ്കിൽ MGയുടെ hub എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് വെച്ച് അതിൻ്റെ അകത്തുള്ള ചാർജേഴ്സിൽ നമ്മൾ പോയി ചാർജ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ചാർജിങ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ അഡീഷണൽ പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ല. ഡയറക്റ്റ് അതിൻ്റെ ബില്ല് പോകുന്ന MGയുടെ കമ്പനിയിലേക്കായിരിക്കും. അപ്പോൾ അത് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ MGയുടെ hubൽ നിന്ന് മാത്രം ചാർജ് ചെയ്യുകയാണെങ്കിൽ. ഇനി നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് നിങ്ങൾ ഈ 4 ഫൈനാൻസേഴ്സ് ചൂസ് ചെയ്യുന്നതിൽ വരുന്ന ഡിഫറൻസ് എന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം ഞാൻ 4 പറഞ്ഞായിരുന്നു. അതിൽ ബജാജിൻ്റെ ഫൈനാൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 3.5 rupees തന്നെയാണ് പെർ കിലോമീറ്റർ കോസ്റ്റ് വരുന്നത്. 1500 കിലോമീറ്ററിലേക്കാണ് നിങ്ങളത് അടയ്ക്കേണ്ടത്. പക്ഷേ അതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മിനിമം 1500 കിലോമീറ്ററിന് എല്ലാ മാസത്തേക്കും അടച്ചേ പറ്റൂ. അതായത് അതിൽ താഴെ നമ്മൾ പോവുകയാണെങ്കിലും നിങ്ങൾ 5250 രൂപ, അതായത് 1500 കിലോമീറ്ററിനുള്ള 3.5 rupees പെർ കിലോമീറ്ററിൻ്റെ ഇത് അടച്ചേ പറ്റുള്ളൂ. പക്ഷേ ബജാജിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അഡീഷണൽ ഓടിക്കുകയാണെന്ന് വിചാരിക്കുക, അതായത് 1600 ഈവൻ 2000 3000 കിലോമീറ്ററൊക്കെ നിങ്ങൾ ഓടിക്കുകയാണെങ്കിലും അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ അഡീഷണൽ എമൗണ്ട് നിങ്ങൾ അടയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് 1500 കിലോമീറ്ററിന് മാത്രം ഫിക്സഡ് ആയിട്ട് എല്ലാ മാസം അടച്ചാൽ മതി. ഇനി അടുത്ത ഹീറോ ഫിൻ കോർപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സംഭവം ഏകദേശം സെയിം ആണ്. മറ്റേതുപോലെ 3.5 rupees ആണ് പെർ കിലോമീറ്റർ അടയ്ക്കേണ്ടത്. 1500 കിലോമീറ്റർ നിങ്ങൾ മിനിമം അടച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അഡീഷണൽ വരുന്ന കിലോമീറ്റേഴ്സ്, ഇപ്പോൾ നിങ്ങൾ 1600 2000 കിലോമീറ്റർ ഓടുകയാണെങ്കിലും നിങ്ങൾ അതിൻ്റെ എമൗണ്ടും ഇവിടെ എന്തായാലും കൊടുക്കേണ്ടി വരും. ജസ്റ്റ് 1500 മാത്രമല്ല. ഇനി അതുപോലെ ഇക്കോഫി ആൻഡ് ഓട്ടോബോട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വരുന്നത് ഏകദേശം സെയിം ആണ്, പക്ഷേ പ്രൈസിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് ആക്ച്വലി ഇപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ വളരെ ലോ ആണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ 2 സംഭവങ്ങളാണ്. 5.8 rupees ആണ് പെർ കിലോമീറ്റർ ഇവിടെ കോസ്റ്റ് വരുന്നത്. വളരെ ഹൈ കോസ്റ്റ് ആണ്. പക്ഷേ ചിലവരുടെ ക്രെഡിറ്റ് സ്കോർ അനുസരിച്ച് ചിലപ്പം ബാക്കി 3 സാധനങ്ങളും കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ 1500 കിലോമീറ്റർ മിനിമം ഒന്നുമല്ല, എങ്ങനെയൊക്കെ ഓടിച്ചാലും നമ്മൾ അഡീഷണൽ ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ ഇപ്പോൾ 2000 ഓടിക്കുകയാണെങ്കിൽ അതിനും 5.8 കിലോമീറ്റേഴ്സിൻ്റെ, അതായത് 5.8 rupees പെർ കിലോമീറ്റേഴ്സിൻ്റെ തന്നെ അഡീഷണൽ അടയ്ക്കേണ്ടി വരും. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനലി വരുന്ന വിദ്യുത് ടെക്കിൻ്റെ ആണ്. അത് സംഭവം വളരെ സിമ്പിളാണ്. അതായത് സ്ട്രേറ്റ് ഫോർവേഡ് എന്നൊക്കെ പറയുമല്ലോ. നിങ്ങൾ എന്തോരം കിലോമീറ്റർ ഒരു മാസം ഓടുന്നോ അത്രയും മാത്രം നിങ്ങൾ ഇതിന് എമൗണ്ട് അടച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ ഒരു മാസം 200 കിലോമീറ്റർ ഓടിയോളെങ്കിൽ നിങ്ങൾ 200 കിലോമീറ്ററിനുള്ള എമൗണ്ട് അടച്ചാൽ മതി. 500 കിലോമീറ്റർ ആണെങ്കിൽ അതിനുള്ള അടച്ചാൽ മതി. ഇനി നിങ്ങൾ ഓടിയില്ലെങ്കിൽ നിങ്ങൾ എമൗണ്ടേ അടയ്ക്കേണ്ട. അങ്ങനത്തെ ഒരു ഗുണമുള്ള സംഭവമാണ് വിദ്യുത് ടെക്കിൻ്റെ ഫൈനാൻസ് വരുന്നത്. പക്ഷേ അതിനൊരു മിനിമം ഫിക്സഡ് ഡെപ്പോസിറ്റ് നിങ്ങൾ ഇനീഷ്യലി കൊടുക്കേണ്ടി വരും. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. പക്ഷേ ബാക്കി രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. ഈസി ആയിട്ട് നമ്മൾ ഓടുന്നതിന് മാത്രം അടച്ചിട്ട് അങ്ങ് പോയാൽ മതിയാവും. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ MGയുടെ ഇപ്പോഴത്തെ ഈ ബാസിൻ്റെ പരിപാടി വരുന്നത്. പിന്നെ നിങ്ങൾ ഈ കിലോമീറ്റർ കണക്ക് MG എങ്ങനെ എടുക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ബാസിൻ്റെ അണ്ടറിലുള്ള ഏത് വണ്ടി എടുത്താലും അതിൻ്റെ അകത്തൊക്കെ ടെലിമാറ്റിക് ഡിവൈസ് ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അതുകൊണ്ട് MGക്ക് കറക്റ്റ് നിങ്ങളൊരു മാസം എത്ര കിലോമീറ്റർ ഓടുന്നു എന്നൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് തട്ടിപ്പ് നടത്തുക എന്ന് പറഞ്ഞ പരിപാടിയൊന്നും എന്തായാലും നടക്കില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്കീമിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. നിങ്ങൾ ഫുൾ എമൗണ്ട് കൊടുത്തായിരിക്കും വണ്ടി വാങ്ങുക, അതോ ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ലോവർ അക്വിസിഷൻ കോസ്റ്റ് വന്ന് എല്ലാ മാസം ഇങ്ങനെ ബാറ്ററിയുടെ എമൗണ്ട് കൊടുത്ത് വാങ്ങാനായിരിക്കും താല്പര്യപ്പെടുകയെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.